ഇന്നത്തെ സ്പെഷ്യലാണ്. രസം ഉണ്ടാക്കിയിട്ട് ഉള്ള വടയാണ്. രസത്തിന് വേണ്ടത് പരിപ്പ് വടയാണ് ഇരിക്കുന്നത് ഉണ്ടാക്കി ചെയ്യുന്നത്. ഇത് രസത്തിൻ്റെ സാധനങ്ങളെല്ലാം അടിച്ച് അതിൽ എന്തൊക്കെ സാധനമാണ് ഇതിന് രസത്തിന് ചേർത്തേക്കണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി, ഇത്രയാണ് ഇതിൽ ചേർത്തേക്കുന്നത്. പിന്നെ അത് പോയിട്ട് അതിൽ നമ്മൾ ടൊമാറ്റോയും കൂടി അടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ കടുക് വേണ്ടി പച്ചമുളക് കടുക് വറുക്കുന്നതിന് വേണ്ടി എണ്ണ ഒഴിക്കണേ. നമുക്ക് കടുക് ഇടാൻ പോണേ. കുറച്ച് കടുക്, പൊട്ടണം. മുളകിട്ട് ഇത് കുടിക്കുക. പൊട്ടി തീരുമ്പോൾ ചുവന്ന ഉള്ളി ഇടും. അതിനുശേഷം കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടണേ. കറിവേപ്പിലിട്ടിട്ട് ഇടണേ. കായത്തിൻ്റെ കഷ്ണമാണ്, കായപ്പൊടിയല്ല. അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അത് മുരിഞ്ഞിട്ട് അരിയും. അപ്പം നല്ല ടേസ്റ്റാണ്. ഇത് പച്ചമുളകാണ്. പച്ചമുളകൊന്ന് വരട്ടും. ജലമായിട്ട് അതിലേക്ക് ഇട്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇട്ട് വരട്ടുന്നതായിരുന്നു. അങ്ങനെ ഒരുമിച്ച് അടിച്ചെടുത്താൽ നല്ല കുറച്ചിട്ടുണ്ട്. ടൊമാറ്റോ എല്ലാം കൂടി അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒക്കെ ചേർത്ത മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി, ജീരകം, കുറച്ച് ജീരകം എല്ലാം കൂടി ചേർത്തതാണ്. എന്നിട്ട് ഇത് നല്ല തിളച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് തിളച്ച് വരുമ്പം നമ്മൾ വടയിടും. പരിപ്പ് വടയാണ്. പരിപ്പ് വട എത്ര വെള്ളം വേണോ അതനുസരിച്ച് ചേർക്കണം. പരിപ്പ് വട ഇടുമ്പം വെള്ളം കൂടുതൽ വേണം. എന്ന് വെച്ചാൽ അത് കൗരുമ്പം ഇത് രസം അതിലേക്ക് പിടിക്കും. നമുക്ക് രസത്തിന് അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വേണം. തിളച്ചതിന് ശേഷമാണ് ഇലയിടേനെ. ഇലയിട്ട് ഇതൊന്ന് തിളച്ചിട്ട് വേണ്ട തിളയ്ക്കുകയാണ്. ഇനിയാണ് ഈ വട അങ്ങോട്ട് ഇടാനായിട്ട്. ഇത് സ്വല്പ സമയം കൂടി കിടന്നാൽ മതി. ഇത് കിടന്ന് ഇതിനകത്ത് തിളച്ച് നല്ല കൊവുന്ന് നല്ല ടേസ്റ്റായിരിക്കും. വെറുതെ രസവും വടയായിട്ടും കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ദോശയ്ക്ക് എന്തിനു വേണോ കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. വെറും രസവും ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാനും നല്ല രുചിയാണ്. കട്ടനൊക്കെ ഇട്ടിട്ട് ഒരു വെച്ച് കഴിക്കണം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ലൊരു മണമൊക്കെ വരെയാണ്. രസത്തിൻ്റെ ഒക്കെ മണം ഉണ്ടല്ലോ. എല്ലാം വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല മണമാണ്. ആയി കേട്ടാ. ഇങ്ങനെയാണ് വയ്ക്കുക. എല്ലാവരും വയ്ക്കണം കേട്ടാ.
ഇതുപോലെയൊക്കെ വട വാങ്ങിച്ചാലും മതി, വാങ്ങിച്ച് രസവടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലെ രസം വെച്ച് കഴിക്കണം. രസം വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഉലുവ, ജീരകമെല്ലാം കൂടി ഇട്ടൊന്ന് ആക്കിയിട്ട് എല്ലാവരും വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.